ഞാൻ പറയുന്നത് സത്യമല്ലേ? അത്യാവശ്യം നല്ല കുടുംബജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, മക്കൾ അടങ്ങുന്ന സന്തോഷമായ ഒരു ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആ സന്തോഷം ഒന്ന് കെടുത്താൻ ആഗ്രഹിക്കുന്നവർ കാലക്രമേണ. പക്ഷെ നമ്മളിത് അറിയത്തില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ദൂരെ നിൽക്കുന്ന ആരുമാണ് നമ്മുടെ ശത്രുവെന്ന്. അല്ല, നമ്മൾ ഇന്നലെ വരെ ഒപ്പം നിർത്തിയിരുന്ന നമ്മുടെ രഹസ്യങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ പറയുക അറിയിക്കുകയൊക്കെ ചെയ്ത നമ്മൾ വിശ്വസിച്ച് നിർത്തിയിരുന്ന അടുത്ത് നിർന്നിരുന്ന ആളാണ് നമ്മുടെ ശത്രു. നമ്മളറിയാൻ വൈകിപ്പോവും. വൈകുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതവും പോകും. ഇവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ചാടി പുറപ്പെടും. എന്താ, മരണം കൊണ്ട് പ്രതികാരം ചെയ്യാം. മരണം കൊണ്ട് എന്ത് പ്രതികാരം ചെയ്യാൻ? ഉടനെ കയറെടുക്കുക, തൂങ്ങി മരിക്കുക, ഞരം പറക്കുക, മരിക്കുക, ആട്ടിച്ചാടി മരിക്കുക. എന്തൊക്കെ വിചാരങ്ങളാണ്. നമ്മൾ ജീവിച്ചുകൊണ്ട് പ്രതികാരം തീർക്കാൻ ശ്രമിക്കുക. ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ അറിയാൻ ശ്രമിക്കുക. ഒപ്പമുള്ള പങ്കാളി ആരോ ഒക്കെ എന്തൊക്കെയോ പറയുന്ന കേട്ട് എന്തിനാ അതില്ലാതാക്കുന്ന ആ ജീവിതം? ആ പങ്കാളിക്കുള്ള ക്വാളിറ്റികൾ, അയാൾ ചെയ്തിട്ടുള്ള നന്മകളും ഒക്കെ മറന്ന് ഒരു നിമിഷത്തെ ആരുടെയോ വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന വിഡ്ഢിത്തരം ഉണ്ടല്ലോ, നമ്മുടെ ജീവൻ മാത്രമല്ല നഷ്ടമാക്കുന്നത്, നമ്മുടെ മക്കൾക്കാരുണ്ടാവും എന്നൊന്ന് ചിന്തിക്കണം. അച്ഛനമ്മമാരുണ്ടായിട്ട് മക്കൾക്കാരുണ്ട്. അപ്പം നമ്മളില്ലാതെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരാണുണ്ടാവുന്നത്? ഒരു നിമിഷം അവരെ ഒന്ന് ഓർക്കാണ്ട് മരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരലോകത്ത് പോയാൽ പോലും ഗതി ഉണ്ടാവില്ല. ഗതി കിട്ടാത്ത ആത്മാവിനെ പോലും സഞ്ചരിക്കും. എന്താണെന്നറിയുമോ? നമ്മളിവിടെ ബാക്കി വെച്ചിരിക്കുന്ന 2 ജീവനുകൾ കാണും. അവരെ ആര് സംരക്ഷിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും ആലോചിക്കണം. എടുത്തു ചാടി ഉടനെ മരണം. ഒന്നറിയാൻ ശ്രമിക്കുക പങ്കാളിയെ, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറായാൽ മതി. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. ശരിയാണോ? ശരിയാണ്.